കോഴിക്കോട് നിന്ന് അതിരാവിലെ 8 മണിയായപ്പോ നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ സഹോദരൻ നന്ദുവളിയൻ എത്തി. നന്ദുവേ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി പോട്ടെ. ഞാൻ കഴക്കൂട്ടത്ത് നിന്നതും നിങ്ങൾ വന്ന് ഇറങ്ങിയതും അല്ല നിങ്ങളെ 10 പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ എടാ അവ ആക്ടിങ് ചെയ്യണ്, അത് മനസ്സിലാക്ക്. ഒരുത്ത പെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ട് ചാവാതിരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എന്റെ ഉയരിൽ അത്രയ്ക്കുള്ള വിലയാണ് രാവിലെ വണ്ടി കൊണ്ട് വന്നത് പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് നിക്കി എല്ലാം പോയി പടക്കക്കട കുതാഹുവ. എന്നിട്ട് എന്റെ അടുത്ത് വായിക്കാണ് ഞാനൊരു യൂബർ വിളിച്ച് പോട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ടോക്കാ സന്ദീപ് അത്? രാവിലെ എന്നെ വിളിച്ചുണർത്തി പല്ല് തേപ്പിച്ചു എന്നിട്ട് ഊബർ വിളിച്ച് പോട്ടാതല്ലേ. അപ്പൊ വഴി ഞാൻ കാര്യമായിട്ട് എത്തിയാണ് ഇവിടെ വഴി കിടന്ന് ഞാൻ എന്തിനാ ഇവിടെ. എടാ വമ്പം പൊളിയായിരുന്നു നന്ദു. ഇവ രണ്ടുപേരും തകർത്ത്. സന്ദീപിന്റെ ഫ്ലൈറ്റ് ഓട്ടിപ്പോ ഞാൻ കാണിച്ചെടുത്ത ഒരു ഫുട്ടേജ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോ മുട്ടായി തരുമെന്ന് മുട്ടായിയൊക്കെ വാങ്ങിച്ചോണ്ട് നമ്മൾ തിരിച്ചിങ് വന്നു. ബാക്കില് മറ്റേ കുടിയേറി പാർക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ കുറെ പ്ലാസ്റ്റിക് കവറുണ്ട്. ഞാൻ ആലോചിക്കുന്നു ഗിരീഷന്റെ 2 ബാഗൊക്കെ വാങ്ങിച്ചിട്ടോ കോഴിക്കോട് വരെ പോയപ്പോ തിരിച്ചു വന്നപ്പം അത്രയും മറ്റേ കളിപ്പാട്ടങ്ങളും സ്നാക്സും ഇതൊക്കെ ഉത്സവം പറയാൻ പോയിട്ടുണ്ട്. എടാ ഇവർ രണ്ടുപേരും ഒരിടത്താണ് കിടന്നത് കേട്ടാ. പക്ഷെ ഇനി ഞാൻ ഇവർ ഒരിടത്ത് കിടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വന്നോടാൻ കാർത്തി ഞാനും ഗിരീഷ് അണ്ണനും കൂടെ ഉമ്മൊപ്പായിരുന്നു. ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും വളവൊക്കെ തിരിയുമ്പോ ഗിരീഷ് അണ്ണന്റെ നെഞ്ചത്ത് പോയി ഞാൻ ഇടിക്കും. അവസാനം എന്തിനാ വന്നു ഈ കവറെല്ലാം കൂടെ എടുത്ത് നടുക്കുന്നു. കൊച്ചുങ്ങൾ ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇവൻ ആ ബസിന്റെ ഉരുൾച്ച മുതലെടുത്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പുറത്തിറന്ന് അണ്ണനല്ലേ എന്റെ കാലിൽ പിടിച്ചത്. അപ്പുറത്ത് ബോഗിലൊരു ചേട്ടൻ കിടന്ന് ബോഗിയാ ബോഗില്ല ആ ചേട്ടൻ സ്ഥലത്ത് ഇറങ്ങാൻ പോയപ്പോ ഇറങ്ങിയല്ലോ മേലെ ഇറങ്ങിയപ്പോ ഗിരീഷന്റെ കാലിരുന്ന് അതിൽ പിടിച്ചിറങ്ങിയാണ് ജാഗു. ഗിരീഷണ്ണ തന്നെത്താനെ ഇറങ്ങിയൊക്കെ പോണ്. എടാ അങ്ങോട്ട് പോണ വഴിക്കേടാ സന്ദീപ് രാത്രി മൂത്രം ഒഴിക്കാനെന്ന് പറഞ്ഞ് പിറകിലത്തെ എമർജൻസി എക്സിറ്റ് തുറന്നിറങ്ങി പോകാൻ പോയി. ഗിരീഷണ്ണ നോക്കിയപ്പോഴേ ഒരുത്തെ എമർജൻസി എക്സിറ്റ് പിടിച്ചോണ്ടിരിക്കണ്. സൂപ്പർ കേരള ഗവൺമെന്റിന്റെ വണ്ടി പുറകിൽ ബാത്റൂം ഉണ്ടോന്ന് പറഞ്ഞ് തുറന്നു കയറിയതായിരുന്നു. കാലെടുത്ത് റോഡിലോട്ട് വെച്ചേര്. കോമഡി ആയിരുന്നടാ നന്ദു എന്ന് പറഞ്ഞ. ഞാനും ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് ഇന്നുവരെ കയറിയിട്ടില്ലടാ. അപ്പൊ അത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നത്. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് കയറിയില്ല കേട്ടോ അണ്ണാ. അതിന് കയറൂല ഇനി കയറൂല ഇനി വേണമെന്ന് പറഞ്ഞാലും കയറൂല. ഇനി അവരെ നോർമൽ ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇങ്ങനെയാണ് ശരിക്കും ഫ്ലൈറ്റ് എന്ന്. ഇങ്ങനെയല്ല ഫ്ലൈറ്റ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി അടുത്ത് ഓരോരുത്തരായിട്ട് കൊണ്ട് ഇറക്കട്ടെ. ആദ്യം ഗിരീഷ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. അണ്ണാ ടാറ്റ. മക്കൾ അന്വേഷിച്ചായിട്ട് പറയണേ. എല്ലാം കൊടുത്തേക്കണേ, ഒറ്റയ്ക്ക് തിന്നരുത്. ശരി ടാറ്റ. പോയിട്ടോ സള്ളേ ഗൈസ്. വീട്ടിൽ എത്തിയപ്പം വീടിന്റെ പെയിന്റ് ഒക്കെ മാറി. എടാ കളറ് മാറിയടാ നന്ദു, നീ കണ്ടാ? എടാ പോടാ. അമ്മച്ചിയേ ഗുഡ് മോർണിംഗ്. കാപ്പി കുടിച്ചാ? ഇതാരെന്നാ? നന്ദു. ഓർമ്മയില്ല നന്ദുവിനാ? അമ്മ മറന്നു അമ്മച്ചി. ബാ. അളിയാ നല്ല ടീഷർട്ട് എവിടെ നിന്നടാ? അതെ ഹാഷ് ബോക്സ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങി. തിരിഞ്ഞു കാണിച്ചു കൊടുത്തേടാ. പുറകിലൊരു വലിയ ആടും ഉണ്ട് ഗൈസ്. എടാ ഇതാണ് അവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇടാൻ വേണ്ടി വാങ്ങി വെച്ചേക്കണ ടൈൽസ് ഒക്കെ. ബോസ് ലേഡി മിണ്ടാരേ. അമ്മോ പെണ്ണുങ്ങളെ മിണ്ടായിരിക്കാൻ. ഓ അയ്യോ
എടി എവിടാ ഇത്? എന്തോന്നത് വിരിവിരിപ്പ് രണ്ടെണ്ണം കൂടെ. അമ്മ അമ്മോ ജിങ്കിടി. ആ വേണേ വേണേ ഇങ്ങാണ് മതി മതി മതി. അമ്മ ഓ ഇവക്ക് അധികം പൊക്കമില്ലാത്ത എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ എന്റെ സാഗമ ജംഗം വസ്തുക്കളെല്ലാം ഇവിടെ കൊണ്ടുപോയനെ. നിനക്കെന്തിനാ പേടി? എടാ പോടാ ഈ ഇല്ലോളം പോകുന്ന സാധനത്തിന്. വേണ്ട അവരെ പിടി, നന്ദൂരെ പിടി. എടാ എടുത്ത് കാത്തു വെച്ചേടാ സന്ദീപ്. നിങ്ങൾ രണ്ടെണ്ണത്തിന് നീ ആരെന്ന് ഉദ്ദേശിച്ച? മതിയടി. ആ ഞാൻ കണ്ട് നിന്നെ, ഞാൻ കണ്ട് ആ ഓക്കെ അല്ല കേറണോ അല്ലേ? എടി കുറിപ്പേ ഇങ്ങോടി ഇങ്ങ് വാ. അകത്ത് കയറ് ചെല്ല്. അവക്ക് മനസ്സിലായിട്ടോ അവളെ തൂക്കാരാണെന്ന്. എടി അയ്യോ കുടിക്കാറ്. ആ അത് തന്നെ. ആ ഞാൻ പറഞ്ഞപ്പോ കേട്ടടാ. ഭാഗ്യം നാറിയില്ല. എന്റെ അമ്മ എവിടെ? അമ്മോ ഫ്രണ്ടൊക്കെ പെയിന്റ് അടിച്ച ചേട്ടാ. വെള്ളയായി ഇപ്പം. എങ്ങനെയുണ്ടാ ഈ വെള്ള? കല്യാണ വീട്. കട്ടിലൊക്കെ ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പണ്ടേ ഒരു തേക്കിന്റെ കട്ടില് സെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛാ സന്ദീപിനെയും ഗിരീഷണ്ണനെയും ഫ്ലൈറ്റ് കയറ്റി നമ്മൾ സർപ്രൈസ് ചെയ്ത്. അവൻ പേടിച്ച് വരണ്ടു. 4 പേരുള്ള ഫ്ലൈറ്റ് കയറിയപ്പോ നിനക്ക് എന്ത് ഫീൽ ചെയ്തു? അത് വീഡിയോ വഴി കാണണം. കുറച്ച് ഇത്തിപ്പൂരം. ഗിരീഷണ്ണനും ഇവനൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു അച്ഛാ. രണ്ടെണ്ണം കൂടെ പേടിച്ചിട്ട്. അച്ഛാ അത് കാണണം അച്ഛാ. അത് കുഞ്ഞു ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഒരു ലിവർ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് പിടിച്ച് തിരിച്ചാ എന്തെങ്കിലും സംഭവിക്കുമെന്നോ. പുള്ളി പറഞ്ഞു തിരിച്ചു വന്നോ. ഞാൻ പിടിച്ച് തിരിച്ചു കൊടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. എന്നിട്ടെന്താ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇവൻ കണ്ടത്. ഫ്ലൈയിങ് ക്ലബിന്റെ ചെറിയ വിമാനമുണ്ട്. പോവും അതേപോലത്തെ സാധനം തന്നെ. അതുപോലെ തന്നെ അതെ 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 അതെ. പൊക്കുകയും താക്കുകയും മാത്രമേ പുള്ളിക്ക് അറിയാം. ഫ്ലൈറ്റ് സ്ട്രൈറ്റ് നിർത്തൂല, ചരിച്ചേ നിർത്തുള്ളൂ. ഇതിന്റെയൊക്കെ ശരിക്ക് റെഡിയാക്കി. ഒയ്യോ പുഴുങ്ങിയെടുത്ത ചാങ്ങേര് ഭാഗമായിട്ടുള്ളതാണോ? അല്ല സാർ, ഇത് ഒരു ഫ്ലൈറ്റ് അക്കാഡമി, കേരള ഫ്ലൈറ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അപ്പൊ അതിന്റെ ഇനോഗ്രേഷന് പോയതാണ് ഞാൻ. അപ്പൊ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് അവരൊരു ഫ്ലൈറ്റ് ഉണ്ട്. എല്ലാവർക്കും ഒരു നീ കാർ ഓടിക്കും പോലെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകില്ല. അത് ചരിയും തിരിയും പിന്നെ പൊങ്ങുകയും താഴെയൊക്കെ ചെയ്യും. അങ്ങനെ കൈ കിട്ട. നീ ഒന്ന് ആകാശത്തൊന്ന് താഴെ ഇറങ്ങി കിട്ടടാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതൊന്നും അറിഞ്ഞൂടാ. ഒരു 200-300 മീറ്റർ പോയി കാണും ഇല്ലേ? 157 സ്പീഡിൽ. താഴോട്ട് നോക്കിയപ്പോ ഒരു പണ്ടാര പാറക്കുളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചരിഞ്ഞപ്പോഴത്തേക്ക് വെച്ചാ കണ്ടതൊരു പാറമട. അയ്യോ 157 സ്പീഡിലാണ് പോയത്. 57 സ്പീഡിൽ. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് അവനെ അറിയാം. ഒരു നമ്പർ കട്ട് 157 ആണെന്ന്. ഇവിടെ അത്രയും വൃത്തിയാക്കിയാമ്മ. നോക്കേ നമ്മുടെ കുളം പച്ചപ്പായൽ പിടിച്ച് കിടക്കുകയാണ്. ആ അതെ. അവന്റെ കയ്യിൽ ആധാർ കാർഡ് എന്താ എന്തോന്ന് ഇത് ഫീൽ ചെയ്യും. ചെറിയ ഡക്കോട്ട ഫ്ലൈറ്റിൽ ഞാൻ മദ്രാസിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടുണ്ട് എപ്പോഴാ പണ്ട്. അതാണെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് പേടി വന്നു. തിരിച്ചറിഞ്ഞു നമ്മൾ ഇൻഡിഗോയില് കണ്ണൂരിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് ഇൻഡിഗോയില വന്നു. ചെറിയ ഫ്ലൈറ്റ് ആണ്. അതും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് ശരിക്ക് വിറച്ച് അച്ഛന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അച്ഛാ. അതിനും മാത്രമുള്ള സാധനങ്ങൾ അതിന്റെ അകത്തുണ്ടായിരുന്നു. ഇതൊന്നും അല്ല, ഞാൻ ഇതൊരു സന്ദീപ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. ഗിരീഷനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഗിരീഷൻ എന്തിനു വരട്ടെന്ന് പറഞ്ഞാൽ സന്ദീപാണെങ്കിൽ അപ്പോഴും കാവടിയിൽ ശൂലം കുത്തി ഓർമ്മയില്ല. എല്ലാം ഭഗവാനിലങ്ങ് അർപ്പിച്ചു എന്ന്. ഇനി എന്തുവാണോ ആയിക്കോട്ടെ. സന്ദീപനാണെങ്കിൽ ഇത് പിടിച്ച് നിർത്തണമെന്നുണ്ട്. ഇറങ്ങി സന്ദീപ് ആകപ്പാടെ അതിന്റെ കാർത്തിക് ചോദിക്കണം ഞാൻ ലിവർ പിടിച്ച് പൊക്കട്ടെ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ?
അയ്യോ അച്ഛനെ നല്ലവനായ ഉണ്ണി താ വന്ന് നിൽക്കുന്നു. എന്നെ ഇത് പറയിക്കാൻ വേണ്ടി ഒരാവശ്യം ഞാൻ കാറും കൊണ്ട് അതൊരു ബോട്ടിന്റെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ എനിക്ക് കത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ഇവൻ ഇത് എറണാകുളത്ത് നിന്ന് കാർ ഓടിച്ച് ഇതുവരെ എത്തുമ്പോ ഒരു ക്ഷീണമില്ല. ഇപ്പൊ അവന്റെ മുഖം നോക്കി നമ്മുടെ നല്ലവനായ ഉണ്ണിപ്പിള്ള മുങ്ങിപ്പോയടാ. ഞാൻ മര്യാദക്ക് അവിടെ കൊണ്ടിട്ട് ഞാൻ പൊക്കിയോടെ എന്നോടൊന്നും ഇതുവരെ വീട്ടിലൊക്കെ വരണ്ടേടാ തന്തു. അച്ചാർ വെക്കുമ്പോ നമ്മൾ ടച്ചിങ്സ് ഇല്ലേ, അതാണ് ഇവൻ ഏറ്റവും അവസാനം വന്നപ്പെടും. ഏറ്റവും അവസാനം വന്നപ്പെടും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരിച്ച് ബസ് അച്ഛാ അങ്ങോട്ട് ബുക്ക് ചെയ്ത ട്രെയിനും കിട്ടിയില്ല, ഇങ്ങോട്ട് ബുക്ക് ചെയ്ത ട്രെയിനും കിട്ടിയില്ല. 2 ക്യാൻസൽ ആയിപ്പോയി വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്നിട്ട്. ഇനി ഞാൻ ഒന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിച്ചൊന്ന് സെറ്റപ്പ് ആവട്ടെ, പിന്നെ വരാം ഗൈസ്. രാവിലെ നന്ദുവിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം സുഹൃത്തുക്കളെ ഞങ്ങൾ ഫ്രഷായി ഓഫീസിൽ പോയി. നാളെ ഒരു അടിപൊളി പരിപാടി എൻ്റെ ദൈവം സഹായിച്ച് നടക്കുകയാണെങ്കിൽ നടന്നു ഗൈസ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നാളെ പറഞ്ഞുതരാം. അതിൻ്റെ പ്ലാനിങ്ങും ചാർട്ടിങ്ങും ഒരു ബോളായിരുന്നു ഗൈസ്. എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഐലേൺ IAS അക്കാഡമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ബേക്കർ ജംഗ്ഷനുള്ള ഒരു IAS ട്രെയിനിങ് അക്കാഡമിയുടെ റാങ്ക് ലിസ്റ്റ്, ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്ന IAS റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് പേര് ഹൈ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ അവരുടെ കൂടെ ആഘോഷിക്കാൻ പോവുകയാണ്. എന്താ പറയാ, IAS ആരുമായിട്ടാണ് ഇനി ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ പോകുന്നത്. അതെ, എന്നാലും വേടാ നീ സന്ദീപ് രാവിലെ നിന്നെ എളിമയോടുകൂടി വിളിച്ചോണ്ട് അവന്റെ മനസ്സ് നീ കാണാതെ പോകരുത്. മനസ്സ് കാണാനില്ല, അച്ഛൻ മറന്നിരിക്കാൻ പരിപാടി. അപ്പോഴത്തേക്ക് നല്ലവനായ ഉണ്ണി മാമ ഞാൻ കണ്ട, ഞാൻ വെച്ചിട്ടുണ്ട് ഇവനെ എന്റെ അടുത്ത് പറയും നമുക്കൊന്ന് താഴെ പോയിട്ട് വരാം. പാവല്ലേ എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വാക്ക് നന്ദുനെ കുറിച്ച് പറഞ്ഞില്ല. എടാ അതുണ്ടല്ലോടാ, 2-3 പേർക്ക് അച്ഛന്റെ അടുത്ത് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്ന് യവൻ സൂത്തണ്ണനാണ് ഈ സാധനത്ത് അവിടെ ചെന്നിരുന്നെങ്കിൽ ചെവുക്കനെ കേട്ടോണ്ട് പോയാലോ. പിന്നെ 2 നമ്മുടെ കണ്ണൻ. ഓ എടാ കണ്ണൻ അച്ഛൻ ഇന്ന് വരാ ഇച്ചിപ്പോന്ന് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലടാ. ഈ ലോകത്ത് കണ്ണനെ ചീത്ത വിളിക്കാത്ത ഒരേ ഒരാളെന്റെ അച്ഛനായിരിക്കും. അപ്പൊ എന്ത് കൂടോത്രമാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. എന്തായാലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാം. എന്നിട്ട് 3 വർഷമായിട്ട് തലപോലും പൊക്കാതെ ഇരുന്ന് പഠിച്ച് നേടിയ വിജയമാണ് സുഹൃത്തുക്കളെ അവരുടേത്. അത്രയ്ക്കും മാത്രം ഹാർഡ് വർക്കാണിത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അതെ, പഠിത്തമാണ്. അപ്പോ അവിടെ ചെന്ന് അവരുടെ കൂടെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരട്ടെ. പോയിട്ട് വരാം. അപ്പൊ നിങ്ങളെല്ലാവരും 1000 താഴെ റാങ്ക് വാങ്ങിയിട്ട് നിൽക്കുകയാണ്. 10 ലക്ഷത്തോളം ആൾക്കാർ എഴുതുന്ന എക്സാമില് അല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? ഇവിടെ നിന്ന് തുടങ്ങാം. എന്താ ഈ നിമിഷത്തിൽ തോന്നുന്നേ? ഒരു സമാധാനമാണ് ഏറ്റവും കൂടുതൽ. കാരണം ലിസ്റ്റിൽ വന്നു എന്നുള്ള തന്നെ വലിയ സന്തോഷം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം ഇത് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. ഹൈലി കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ 1 ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് സർവീസിലുള്ള സിവിൽ സർവൻസ് തന്നെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കും തിരിച്ച് സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കുമല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇറങ്ങി പുറപ്പെട്ടത്. കണ്ടു നിറയുന്നു. ഇല്ല സീരിയസ്ലി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇറ്റ്സ് റിയലി ഹ്യൂജ് തിങ്. എന്തോ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കും. എന്താ ഇപ്പൊ ആലോചിച്ച സംഭവം പറയൂ. ഇല്ല, ഒന്നും ആലോചിച്ചില്ല. നല്ല കാര്യം ആലോചിച്ചു. എത്ര നാൾ പ്രിപ്പയർ ചെയ്തു? ഞാൻ എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. 3ാമത്തെ അറ്റംപ്റ്റ്. അപ്പൊ ഈ 3 വർഷത്തിനിടയ്ക്ക് നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, ഈ കുത്തി ഇരുന്ന് പഠിക്കണം, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? പക്ഷെ കുത്തിരുന്ന് പഠിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ വർഷമാണ്. ആണ് ആദ്യം 2 അറ്റംപ്റ്റ് ചുമ്മാ എഴുതിയിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ടാണ് ചോദിച്ചത്. അതെന്താ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവുണ്ടായിരുന്ന പോലെ? അപ്പോൾ വേറെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം മാറ്റി വെച്ച് 2023 മാർച്ച് ബാച്ചിലാണ് ഐലാൻഡിൽ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് കുത്തിയിരുന്ന് പഠിച്ചു. റീനുവിന് എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 81. അപ്പോ 10 ലക്ഷത്തിൽ ഈ 81 കയറിയപ്പോ റീനുവിന് എന്താ തോന്നുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലീഫായിരുന്നു. കാരണം ഞാൻ 4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ ഇനി പ്രിപ്പയർ ചെയ്യണ്ടല്ലോ, ഇനി പ്രിലിംസ് എഴുതണ്ടല്ലോ എന്നൊന്ന് ആലോചിച്ചപ്പോ ഒരു സമാധാനം, പിന്നെ ഒരുപാട് സന്തോഷം. ഇത് പഠിച്ച് വരുമ്പോ ഈസി ആവോ?
അങ്ങനൊന്നുമില്ല. ഇപ്പം 2023 പ്രിലിംസ് ആണെങ്കിൽ വെറ്ററൻസിനാണെങ്കിലും ബിഗിനേഴ്സിനാണെങ്കിലും ഒരേപോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈസി ആവുന്നൊന്നുമില്ല, കാരണം കുറേ ഡൈനമിക് ആണല്ലോ. കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തായിരിക്കും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പത്രം വായിക്കാറുണ്ടോ? പിന്നെ എത്ര പത്രം വായിക്കാറുണ്ട്? ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ച ഒറ്റ പത്രം വായിക്കാറുള്ളൂ. ആണല്ലേ? ഓ, ഞാൻ വിചാരിച്ചു 3-4 പറയുമെന്ന്. പിന്നെ ന്യൂസ് ചാനൽസ് ഫോളോ ചെയ്യും. ന്യൂസ് ചാനൽസ് എല്ലാം ഫോളോ ചെയ്യും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വരെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അറിയണം. അപ് ടു ഡേറ്റ് ആണല്ലേ? അതെ, അത് എല്ലാവരും ഓൾമോസ്റ്റ്. നിങ്ങൾ എല്ലാവരും അത് കോമൺ ആയിട്ട് നോക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ? എന്തായാലും 81 അപ്പുറത്തോട്ട് പോട്ടെ, അവിടെ കുറവായിരിക്കും. എത്ര റാങ്ക്? 90 കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർന്നു. 81 കഴിഞ്ഞപ്പോൾ തീർന്നു. ഇല്ല, അങ്ങോട്ട് പോകുന്നവർ എനിക്ക് വയ്യ സുഹൃത്തുക്കളെ. ഇതിനു വേണ്ടി മെന്റലി ഉള്ളൊരു പ്രിപ്പറേഷൻ അത് എത്ര നാൾ എടുത്തായിരുന്നു? മെന്റലി എനിക്ക് തോന്നുന്നു എക്സാം അടുക്കുന്നതോറുമാണ് നമ്മൾ മെന്റൽ പ്രിപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. കാരണം എക്സാം പ്രഷർ ക്ലിയർ ചെയ്യുമോ, പിന്നെ കുറേ സിലബസ് പഠിക്കാൻ കാണുമല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫോമോ വരും, ഞാൻ എല്ലാവരും ഒപ്പം എത്തുന്നില്ലല്ലോ. ഫോമോ, ന്യൂജൻ വേർഡ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാണ് സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം. സോഷ്യൽ ലൈഫ് ഉണ്ട്. അല്ലെ, സീരിയസ്ലി? അപ്പൊ നിങ്ങൾ സിനിമയെ കാണാൻ പോകും? ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? ആലപ്പുഴ ചുങ്കാന. ചുമ്മാരി, അതിപ്പോ ഇറങ്ങിയല്ലേ ഉള്ളൂ. ആണോ? അത് എക്സാം കഴിഞ്ഞിട്ടാണോ വേണ്ടത്? പഠിച്ചോണ്ട് എക്സാമിന് ഇതിലല്ലോ, ബ്രേക്ക് കിട്ടുമ്പോൾ പോവും, എക്സാമിന്റെ സമയത്ത് കുത്തിയിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് റിലാക്സേഷൻ, എല്ലാവരെയും കാണും, മിണ്ടും, സംസാരിക്കും, കറങ്ങാൻ പോകും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എന്റെ സ്വപ്നത്തിലെ പഠിപ്പ് ഇങ്ങനെയല്ല. എന്റെ പൊന്നെ ഗൈസ്, IAS-കാരുടെ കൂടെ ഞാൻ ഇപ്പോഴൊന്ന് പുറത്തിറങ്ങി നമ്മുടെ ബാർബിക്യൂ സ്പേസ് എത്തി കഴക്കൂട്ടത്തുള്ള ഫുഡ് കഴിക്കാനായിട്ട്. ഗൈസ്, 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷ കേട്ടോ. അതിനകത്ത് 0.001% ഉണ്ടെങ്കിലേ 1000-നകത്ത് റാങ്ക് വരുള്ളൂ. അതിലും IAS കിട്ടണമെങ്കിൽ 0.0001%-ലുള്ള ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ. അങ്ങനെയുള്ള 4 പേര്, 4 സ്ത്രീകളായിരുന്നു അവിടെ തോന്നുന്നത്. അവരുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. ശരിക്കും അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നാണ് നമ്മുടെ മറ്റേ വീഡിയോ ലോഞ്ച് ആയത്. സനുബ്രോ ഞാനും കൂടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ കല്യാണത്തിൻ്റെ, നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൻ്റെ മെയിൻ ആൾ ആരാണെന്നറിയാവോ? നന്ദുവള്ളിയാണ് ഗൈസ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അളിയാ 800 രൂപയുടെ പ്ലേറ്റ് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ കമൻറ്റിൽ മെജോറിറ്റിയും പറഞ്ഞേക്കണത് അത്രയൊന്നും പോണ്ട, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലവൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഒന്ന് താത്തി പിടിക്കാനാണ്. 200 രൂപയുടെ പ്ലേറ്റ് എന്തായാലും ഒരാൾ കഴിക്കൂല. ഒരാൾ, ഒരു സാമാന്യ മലയാളി പരമാവധി പോയി കഴിഞ്ഞാൽ 200-250. അതെ, കോഴി എന്തായാലും നിന്റെ അവിടെ നിന്ന് എടുക്കും നമ്മൾ. നമ്മളിപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കോഴി എടുക്കാൻ പോകണം, ഇനി അതിൻ്റെ സമയം അല്ല, മൊത്തത്തിന് മറ്റേ കൺട്രോള് ഇവന്റെ കയ്യിലായിരിക്കും കേസ്. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇവനായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം സെറ്റാക്കാൻ പോണത്. ഇവന്റ് കംപ്ലീറ്റ് നമ്മൾ പൊളിക്കും. നമ്മളപ്പം ഇപ്പോഴത്തെ ഒരു ഐഡിയ വെച്ചിട്ട് ഗൈസ്, നമ്മൾ ഏതൊക്കെ കേറ്ററിംഗുകാരെ ചോദിച്ചിട്ടും 500 താഴെ പോണില്ല. അപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മളെ ചെല്ലമംഗലത്ത് ചന്ദ്രൻപിള്ള മാമുണ്ട്. സൂപ്പർ ഫുഡാണ് ഗൈസ്. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈല് ഒരു റിസപ്ഷൻ ആയിട്ടുള്ള എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് തരും. പക്ഷെ നമ്മൾ ഈ വിളമ്പാനൊക്കെ ഉള്ള ആൾക്കാരെ പിടിക്കണം. അത് ഔട്ട്സോഴ്സ് ചെയ്ത് വേറെ ടീമുകളെ സെറ്റ് ചെയ്യുക. ഡെക്കറേഷൻസിന് ഉള്ള ടീമുകളെ വെച്ചിട്ട് തന്നെ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, പണ്ടത്തെ കണക്കായിരിക്കും. അപ്പം വീട്ടിന്റെ മറ്റേ ഒരു സൈഡില് കലവറ കുക്കിംഗ് ആയി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. കല്യാണരാമ സിനിമയൊക്കെ എനിക്ക് ഓർമ്മ പറഞ്ഞു. ആ പരിപാടി തന്നെയാണ്. തലേദിവസം രാത്രിയൊക്കെ വന്നിട്ട് ഒരു ഇറച്ചിയൊക്കെ കടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊട്ട് നാട്ടിലൊക്കെ രണ്ടാമത്തെ ഉരുളിയിൽ ചിക്കൻ മസാല പോലെ ഇതിന് സന്ദീപിന്റെ അതേ രുചി, അച്ഛയുടെ രുചി എന്ന് പറയുന്നതാണ്. ഇനി മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തൂടെ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് നോക്കാം. ചന്ദ്രൻപിള്ള മാമൻ അവൈലബിൾ ആയിരിക്കുമെന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ പ്ലാൻ അല്ലേ. ഇതൊക്കെ നമ്മുടെ കണക്കൂട്ടൽ മാത്രമാണ്. ചന്ദ്രൻപിള്ള മാമന്റെ 2 മക്കളും ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ട് സ്കൂളിൽ പഠിച്ചാണ് SN-ൽ. അവരെ കണ്ടാലും അറിയാം. സംഭവം ഒരു കല്യാണ രാമൻ സെറ്റപ്പിലോട്ട് വരുന്നോണ്ടിരിക്കുകയാണ്. ചാടുന്നില്ല, ഫുഡ് കഴിക്കാതിരിക്കുക. അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു ടെൻഷനൊക്കെ പോലെ. അതെ, എന്തൊക്കെയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഗൈസ് ഇന്ന് രാത്രി നമ്മൾ നേരെ എറണാകുളം പോകും. നാളെ ഒരു സന്തോഷ പരിപാടി ഉണ്ടല്ലോ, പറയട്ടെ അവരുടെ അടുത്തൂടെ. അവർ മിക്കത് കണ്ടു കാണും. ഇത് ഇറങ്ങിയ സമയത്ത് ചിലപ്പോൾ അത് വന്ന് കാണും ഓൾറെഡി. ഗൈസ്, നാളെയാണ് ദിലീപ് ഏട്ടൻ എൻ്റെ പോഡ്കാസ്റ്റിൽ വരാമെന്ന് ഏറ്റിരിക്കുന്നത്.
കുറേ നാളായിട്ട് ഗൈസ്. അന്ന് നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള സംഭവം നിർത്തിയതിന് ശേഷം പിന്നെ ആ ചാനലിൽ എൻ്റെ തന്നെയാണ്, പക്ഷേ അതിനകത്തോട്ട് പോകാനായിട്ട് മനസ്സ് സമ്മതിക്കാനില്ല. ഭയങ്കര ഓർമ്മകളും നൊക്ലാച്ചിയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ആദ്യം പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ആണ് ഞാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് പേമാരിൽ അതിനകത്തോട്ട് വന്നത്. അപ്പോൾ എനിക്കറിയില്ല ഇത് എത്രത്തോളം അപ്പീലിംഗ് ആയിരിക്കുമെന്ന്. എന്നാലും എൻ്റെ കഴിവിൽ പരമാവധി നല്ല രീതിയിൽ ഒരെണ്ണം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു പേര് കണ്ടുപിടിച്ചു. പോഡ്കാസ്റ്റിൻ്റെ പേരൊക്കെ റെഡി ആയിക്കോ. കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. നിനക്ക് എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ കെട്ടിരിച്ചു വിട്ടു. അൺലീഷ്ഡ്. ലീഷ് എന്ന് പറഞ്ഞാൽ മറ്റേ കുരുക്ക് തുറന്നുവിടുക. കംപ്ലീറ്റ് നമ്മൾ വൈൽഡ് തോട്ട്സ് ആയിരിക്കും ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, എനിക്ക് ടെൻഷനാണ് ഗൈസ്. നാളെ ദിലീപ് ഏട്ടനാണ് വരാൻ പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു നടനാടാ ദിലീപ് ഏട്ടൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ അളിയോ ഭ്രാന്തായിരുന്നു. ദിലീപ് അങ്ങനെ തല കണ്ടാൽ തന്നെ അതെ ആ പടം സക്സസ് ആണ്. ഈ കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. CID മൂസ, കല്യാണരാമൻ, പാണ്ടിപ്പട. അത് മാത്രമല്ല, വേറെ കുറേ പടങ്ങളുണ്ട്. ദിലീപ് എന്ന് പറഞ്ഞൊരു നടനെ നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ പറഞ്ഞാൽ വേറെ ആരും മലയാളത്തിൽ അങ്ങനെ പെട്ടെന്ന് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ഇതുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞിക്കൂനൻ, മായാമോഹിനി, ചാന്തുകൊട്ട്, പിന്നെ പച്ചക്കുതിര, സൗണ്ട് ദിലീപേട്ടൻ എന്നോട് 1 to 1 ഇരുന്ന് സംസാരിക്കാന്നാണ് ഏറ്റവും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സാധനമായി. അതെ ഗൈസ്, ഇത് ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഓവർ ടെൻഷൻ അടിച്ച് ഞാൻ ഇത് കൊളവാക്കാനുള്ള എല്ലാ സാധ്യതയും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം നല്ലതായിട്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് നല്ലൊരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഞാനും ഇതിൻ്റെ വേറൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ദിലീപ് എന്ന് പറഞ്ഞ നടൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തൊക്കെ ഇൻഡസ്ട്രിയിൽ തന്നെ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്തൊരു വേറൊരു നടൻ ഈ ഫീൽഡിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമേഴ്സാണ്. അതിൽ എത്രത്തോളം ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നോ അതോ പുള്ളിയെ കരിവാരി തേക്കാനാണോ എന്നൊന്നും അറിയാൻ വയ്യ. അപ്പം പുള്ളിയുടെ ആ ലൈഫ് ഇപ്പം സ്ട്രഗ്ലിങ് ടൈം ഇതൊക്കെ കാണുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ പുള്ളി എത്രത്തോളം ഇതിൽ മനസ്സ് തുറക്കുമെന്നുള്ളത് പുള്ളിയുടെ പ്രേക്ഷകരെടുത്ത് ഇത്രയും കാലം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആക്ച്വലി ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിൻ്റെ അടുത്തുള്ള ആ ഒരു സാധനവും പുള്ളി അത്രയും ഒന്ന് ഓപ്പൺ അപ്പായി കാണുന്ന ഒരു സാധനം, അതൊരു ഭയങ്കര സംഭവമായിരിക്കും കേട്ടത്. എന്നെ വല്ലാണ്ട് പ്രശ്നങ്ങളാക്കിയടാ. അയ്യോ അമ്മേ, നിന്നെപ്പോലെ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അത് എത്രത്തോളം ഇതാ നിൻ്റെ അത് നീ ചോദ്യം ചോദിക്കുന്നു, പുള്ളിയുടെ ലൈഫ് പറഞ്ഞു തരുന്നു. അത് ഒരു ഭയങ്കര സംഭവമായിരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ പ്രായമുണ്ട് പുള്ളി അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ വേറൊരു സാധനമുണ്ട്, ദിലീപേട്ടനും സണ്ണി ചേച്ചിയായിട്ടൊരു റിലേഷനുണ്ട്. സണ്ണി ലിയോണി എന്തിനാണെന്ന് ചോദിക്കുക. എടാ പണ്ട് നമ്മള് കമ്പ്യൂട്ടറിൽ വീട്ടില് നമ്മള് മറ്റേ സണ്ണി ചേച്ചിയുടെ വീഡിയോ ഒളിപ്പിച്ചിട്ടുമല്ലോ. അപ്പൊ ദിലീപേട്ടന്റെ പാണ്ടിപ്പട എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്താണ് സണ്ണി ചേച്ചിയുടെ ഫോൾഡർ ഇട്ടിരുന്നത്. അത് ദിലീപ് സണ്ണി ചേച്ചിയായിട്ട് അല്ലാതെ എന്റെ മനസ്സിലുള്ള റിലേഷനെ പെട്ടെന്ന് ആലോചിക്കുമ്പോ നീ എന്ത് വിചാരിച്ച? ഞാൻ വിചാരിച്ചു ദിലീപ് ഓൾറെഡി കേസിന് മേൽ കേസായിട്ടിരിക്കും. അപ്പൊ ഇത് പറയണ്ടല്ലേ ഈ കഥ? ഒരു ബന്ധമില്ലാതായി ഇപ്പൊ നിനക്ക് ബന്ധമുള്ളതാണ് എന്നും പറഞ്ഞിട്ട് പുതിയ FIR ഇടും. നീ ചുമ്മാ ഇരുന്നിട്ട് മുത്താണ്. പക്ഷെ വരാന്ന് സമ്മതിച്ചടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ അങ്ങനെ ഒരു കാര്യത്തിൽ. മഞ്ജു ചേച്ചി ഇന്ന് വിളിച്ച് ഞാൻ ഇത് കുറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കമില്ല, എന്ത് ചോദിക്കും, എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം മഞ്ജു ചേച്ചി എന്ന് വിളിച്ചിട്ട് ചേച്ചിക്ക് എൻ്റെ സ്വഭാവം അറിയാതെ എന്തെങ്കിലും കിഴങ്ങ് പിടിച്ച മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചേച്ചി അതൊന്നും വരാതെ ചേച്ചി എന്നെ ഒന്ന് ഗൈഡ് ചെയ്തതാ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നീ ഇങ്ങനെ ഒന്ന് റൂഡാവരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്നെ കംഫർട്ടബിൾ ആക്കുക, അതാണ് ട്രിക്ക്. ബേസിക്കലി നിന്റെ അടുത്ത് നിന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അതാണ് ഏറ്റവും വലിയ ഹൈ. ഭയങ്കര പ്രഷർ വരുന്നു കേസ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും മിക്കവാറും ചോദിക്കൂടാ. ഇപ്പൊ നിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ വെച്ചാലും എനിക്കറിയേണ്ടതാണെന്ന് അറിയാമോ? എടാ ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതായത് ഒരു ബിഗ് സീറോ, ഒരു നെപ്പോട്ടിസോ ഇല്ലാതെ ഉയർന്നു വന്ന സ്വന്തം കഴിവും കഷ്ടപ്പാട് ആത്മാർത്ഥം കൊണ്ട് ഉയർന്നു വന്നൊരു നടനാണ് ദിലീപേട്ടൻ. സത്യം. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ വേണം എനിക്ക് ദിലീപേട്ടനോട് സംസാരിക്കാൻ. ആ ദിലീപേട്ടൻ ഉയർന്നു വന്നതിൻ്റെ ആ ഒരു പവർ
അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഈ റൂമേഴ്സിന്റെ ഇടയിൽ ഒളിഞ്ഞുപോയ കുറെ സാധനങ്ങളുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ എന്തിനത്. അല്ല എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെ പുള്ളി വന്നതും പുള്ളി ഇപ്പൊ വന്ന് നിൽക്കുന്ന സ്ഥാനം അവിടെ നിന്നുള്ള കഥകളെ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ഈ ലാസ്റ്റ് അവസാനം തന്നെ ഇഷ്യൂ ഉണ്ടായി. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞ ഒരാൾ വന്നത് എവിടെ നിന്നാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ പലരും മറന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് അറിഞ്ഞും കൂടാ. അവർ അന്നോട്ട് ഈ കേസും കാര്യങ്ങളും അവരും കണ്ടുവരണം, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒരു സൂപ്പർ സാധനമായിരിക്കും. ഓക്കെ, എന്തായാലും അളിയാ ഒരു ഓൾ ദി ബെസ്റ്റ് ഇതാ എനിക്ക്. വെരി ഓൾ ദ ബെസ്റ്റ്. നിന്നെ പോലെ നമ്മളും എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് കാണാൻ വേണ്ടിട്ട് ആ സാധനം. ഇത് ഇറങ്ങുമ്പോ ചിലപ്പോ ഇതിന് മുന്നേ പോഡ്കാസ്റ്റ് ഇറങ്ങി കാണും കേട്ടോ, സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിൽ മിക്കവാറും ആൾക്കാർ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും, എന്നുള്ള കമന്റുകളായിരിക്കും. പക്ഷെ അല്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എതിരെ നിൽക്കുന്ന ഒരാൾ ഭയങ്കര കംഫോർട്ടബിൾ ആവും നിന്റെ അടുത്ത് പെട്ടെന്ന്. അപ്പം പുള്ളി അങ്ങനെ കംഫോർട്ടബിൾ ആയി നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഞാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗൈസ്, ഇതിനു വേണ്ടി നമ്മൾ എറണാകുളത്ത് ടെമ്പററി ആയിട്ടൊരു സ്റ്റുഡിയോ റെന്റിനെടുത്ത് ക്യാമറയ്ക്കും ലൈറ്റിനും സൗണ്ടും ഒക്കെ ഞാൻ ആളിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം ആവട്ടെ ഗൈസ് എന്ന് എനിക്ക് മന്ത്ലി 1-2 പോഡ്കാസ്റ്റെങ്കിലും ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ അതും കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത്, അവരോട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണ്ട് പോഡ്കാസ്റ്റ് തുടങ്ങിയ ഇനിഷ്യൽ സ്റ്റേജിൽ അന്ന് തുടക്കത്തിൽ ഞാൻ ഒറ്റയ്ക്കെടുത്തത് തിരുമാലിയുടെ ഞാൻ ഒറ്റയ്ക്കെടുത്തിട്ടുണ്ട്, തൊമ്മഞ്ചിയുടെ ഞാൻ എടുത്തിട്ടുണ്ട്, അഞ്ജന ഗോപകുമാറിനത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അവന്മാരെല്ലാം വരുന്നത്. അപ്പോൾ അവരിപ്പോൾ ഓൾറെഡി ഒരെണ്ണം ചെയ്യുന്നുണ്ട് അവരുടേതായ രീതിയിൽ. ഞാൻ എൻ്റെതായ രീതിയിൽ ഒരെണ്ണം ചെയ്യണം എന്നുള്ള എല്ലാരും ചെയ്യട്ടെ. അതെ, എല്ലാരും നല്ല രീതിയിലൊന്ന് ഭഗവാനെ രക്ഷിക്കണേ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ ചെന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം ഗൈസ്. തൽക്കാലം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, വിശക്കണം. വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ എറണാകുളത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അച്ഛാ, അമ്മ, ഒരു വാർത്ത പറയാനുണ്ട്. നിങ്ങളുടെ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. നാളെ ദിലീപ് ഏട്ടൻ പോഡ്കാസ്റ്റ് വരികയാണ്. ഞാൻ പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ടൈമൊക്കെ ഇനി ഫിക്സ് ചെയ്യണോ വെച്ചാ? നാളെ ഉച്ചയ്ക്ക് 2:30 അത് ഫിക്സ് ചെയ്തു. ഞാൻ ഇപ്പൊ ഇടുന്നെന്നുള്ളതാണ് ഫിക്സ് ചെയ്യാത്തത്. നല്ല ചോദ്യങ്ങളും എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ. നമുക്ക് ദിലീപ് തന്നെ ഇഷ്ടമല്ലേ? പ്രിയ നായകനല്ലേ? അതെ. അപ്പൊ നാളെ ദിലീപ് ഏട്ടൻ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട്. ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തും. അതെ, നമ്മള് ഈ ചാനലിൽ തന്നെ ആയിരിക്കും വെച്ചാൽ ഇടുന്നത് പോഡ്കാസ്റ്റ്. കാർത്തിക് സൂര്യ വ്ളോഗ്സിനകത്ത് തന്നെ കാർത്തിക് സൂര്യ അൺലീഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദിലീപ് ഏട്ടനെ തന്നെ കിട്ടി ആദ്യമായിട്ട്. എങ്ങനെ ഇരിക്കുകയായിരുന്നു കേസ്, എപ്പോൾ തുടങ്ങും എന്നുള്ളൊരു ഇതില്. അപ്പൊ ഇത് ഒരുപാട് വീഡിയോ ഒന്നും കാണൂല വെച്ചാ, ചിലപ്പോൾ മന്ത്ലി ട്വൈസ് ഒക്കെ കാണുള്ളൂ. നമുക്കൊരു ഫ്രീക്വൻസി നോക്കി സെറ്റ് ചെയ്യാം. കാരണം ഇത്രയും വർക്കിന്റെ ഇടയിൽ കൂടെ ഇത് സെറ്റ് ആക്കണം. നല്ല കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് നല്ല വ്ളോഗിൽ പോഡ്കാസ്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൈസ് ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ്. നാളെ ഒരു റിയലി ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ മീ, ഡേ ഫോർ അസ്. നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ പറയുക ഗൈസ്. പോഡ്കാസ്റ്റ് കാണുക സെയിം ചാനലിൽ തന്നെ ആയിരിക്കും. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ മേളിലൊരു സെക്ഷൻ വരും. ഇപ്പോൾ വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതിനോട് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനോട് വന്നിട്ട് അതിനകത്തായിരിക്കും ഇതെല്ലാം സ്ഥിതി ചെയ്യാൻ പോകുന്നത്. വീഡിയോ പോഡ്കാസ്റ്റ് കാണും. പിന്നെ എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലും ഇത് അവൈലബിൾ ആക്കുന്നതുമായിരിക്കും. സോ യാ, വി ആർ ഗോയിങ് ബാക്ക് ടു പോഡ്കാസ്റ്റിംഗ്. ആദ്യത്തെ പോഡ്കാസ്റ്റിന്റെ ഒരു നഷ്ട വരുന്നുണ്ട് കേട്ടോ. ഇല്ലേ, ഇന്റലക്സിൽ ആദ്യത്തെ എപ്പിസോഡ് എടുത്തോ? ഞാൻ ഇറങ്ങട്ടെ അമ്മ, എന്താ വെച്ചാ എല്ലാ കാര്യങ്ങളും മംഗളമായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഗൈസ്. നാളെ കാണാം. എറണാകുളത്ത് നാളെ രാവിലെ മുതലിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. Pray for me.